കോട്ടക്കൽ നഗരസഭയിലേക്ക് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 29. ബിജെപിയുടെ കുത്തക എന്നവർ വിശേഷിപ്പിക്കുന്ന ഇവിടം പിടിച്ചെടുക്കാൻ CPM നിയോഗിച്ചത് ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയയായ പൊതുപ്രവർത്തകയായ രാഗിണി ഉള്ളാട്ടിലിനെയാണ്. BAMS വിദ്യാർത്ഥിനിയായ നവ്യ മോഹൻ UDF-നായി കളത്തിലിറങ്ങുമ്പോൾ നിലവിലെ കൌൺസിലർ ഗോപിനാഥന്റെ ഭാര്യ വസന്ത ഗോപിനാഥനാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി. കോട്ടക്കൽ നഗരസഭയിൽ BJPയുടെ ശക്തിദുർഗമായാണ് നായാടിപ്പാറ മേഖലയെ അവർ കരുതുന്നത്. 3 തവണയായി BJP ജയിച്ച ഇടം. വാർഡ് പുനഃക്രമീകരണത്തിൽ പല ഭാഗങ്ങളും വിട്ടുപോയെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസമാണ് BJPക്ക്. വാർഡിൽ ചിരപരിചിതയായ നിലവിലെ കൌൺസിലർ ഗോപിനാഥന്റെ ഭാര്യ കൂടിയായ വസന്ത ഗോപിനാഥൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. നല്ലൊരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാവരും ഗോപേട്ടൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം ഏറ്റുവാങ്ങാത്ത ഒരൊറ്റ വീടുകളും നാടിപ്പാറ മുകളിലേക്കും ഇല്ല, ഈ നമ്മുടെ കൊട്ടപ്പടി ഭാഗത്തേക്കും ഇല്ല. അത് കാരണം ഗോപേട്ടൻ വിജയിച്ചിട്ട് ഗോപേട്ടൻ വാർഡ് നോക്കിയിട്ടല്ല ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ആത്മബലം നന്നായിട്ടുണ്ട്. നിലവിലെ 33-ാം വാർഡായ തോക്കാംപാറയിലെ കൌൺസിലറായ രാഗിണി ഉള്ളാട്ടിലിന്റെ സ്വീകാര്യതയിലും പ്രതിച്ഛായയിലും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. ജയമുറപ്പെന്ന് ഇടതു സ്വതന്ത്രമായി മത്സരിക്കുന്ന രാഗിണി ഉള്ളാട്ടിൽ. എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തണം. ഇത് രാഗിണി ഉള്ളാട്ടിൽ എന്നൊരു വ്യക്തിയെ ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ കുടുംബപരമായിട്ട് നമ്മൾ കോട്ടക്കൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു ആളുകളായതുകൊണ്ട് തന്നെ വലിയ ശുഭാപ്തി വിശ്വാസമാണ്. യുവത്വത്തിന്റെ പ്രതിനിധിയായാണ് BAMS വിദ്യാർത്ഥിനി നവ്യ മോഹനെ കോൺഗ്രസ് ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായ നവ്യ മോഹന് താഴെത്തട്ടിലും മികച്ച സ്വീകാര്യത ലഭിക്കുന്നു എന്നത് UDF-ന് പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ ഒന്നുമല്ല ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നത്. ചെറിയ കുട്ടികളാണ്, അവരുടെ മക്കളാണ്, അങ്ങനെയുള്ള രീതിയിലാണ്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരു യൂത്ത് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അധികം കണ്ടതിൽ. നിലവിൽ 2 സീറ്റാണ് BJPക്ക് കോട്ടക്കലിലുള്ളത്. ഇത് പൂട്ടിക്കുകയാണ് LDF-ന്റെയും UDF-ന്റെയും ആദ്യ ലക്ഷ്യം. എന്നാൽ ഈ വെല്ലുവിളി മറികടന്ന് സീറ്റുകളുടെ എണ്ണം കൂട്ടുമെന്നാണ് BJPയുടെ അവകാശവാദം. ന്യൂസ് 18 മലപ്പുറം.